വീണ്ടും തീരുവ ആയുധമാക്കാൻ ഒരുങ്ങി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി തന്നെ വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് ഇരട്ടി തീരുവ പ്രഖ്യാപിക്കുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ട്രംപ് നൽകിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ചർച്ചകൾ കൂടുതൽ പരാജയത്തിലേക്ക് നയിക്കാനുള്ള പ്രസ്താവനയാണ് ട്രംപ് നൽകിയിരിക്കുന്നതെന്ന വിലയിരുത്തലാണ് പുറത്തുവരുന്നത്. ഇറാനെ സാമ്പത്തികമായി പിടിച്ചുകുലുക്കാനാണ് ട്രംപ് ഇപ്പോൾ തന്ത്രങ്ങൾ മെനയുന്നതും. ചർച്ചകൾ വളരെ പോസിറ്റീവാണ് എന്നും ഇറാൻ ഒരു കരാറിനായി തന്നെ ആഗ്രഹിക്കുന്നുണ്ട് എന്നതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്നാൽ ഒരു കരാറിൽ എത്തിയെങ്കിൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്ന മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇറാന്റെ ആണവ നിലയങ്ങളിൽ അമേരിക്ക ബോംബാക്രമണം നടത്തിയതിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന ആദ്യത്തെ സുപ്രധാന ചർച്ചയായിരുന്നു കഴിഞ്ഞ ദിവസം ഒമാനിൽ വെച്ച് നടന്നത്. ഇറാനുമായി തന്നെ സാമ്പത്തിക ഇടപാടുകൾ അവിടെ തുടരുന്ന രാജ്യങ്ങൾക്കുമേൽ അധിക തീരുവ ചുമത്താനുള്ള പുതിയ ഉത്തരവിൽ ഒപ്പുവെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഇറാനിൽ നിന്ന് നേരിട്ടോ അല്ലാതെയോ സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുന്ന ഏതൊരു രാജ്യത്തിനും ഇത് ബാധകമായിരിക്കുമെന്നും ട്രംപ് വലിയ രീതിയിലുള്ള ഭീഷണിയാണ് മുഴക്കിയിരിക്കുന്നത്. ഏകദേശം 25% വരെ ഇറക്കുമതി തീരുവ നൽകേണ്ടി വരുമെന്നതാണ് സൂചനകൾ പുറത്തുവരുന്നത്. ഇറാന്റെ പക്കൽ ആണവായുധങ്ങൾ അവിടെ ഉണ്ടാകില്ല എന്ന് ട്രംപ് ആകട്ടെ ആവർത്തിച്ചുറപ്പിച്ച് തന്റെ നിലപാട് ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകരാജ്യങ്ങളെ ഇറാനിൽ നിന്ന് അകറ്റി നിർത്തിക്കൊണ്ട് സാമ്പത്തികമായി തന്നെ കൂടുതലായി ഒറ്റപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ട്രംപ് ഇതിലൂടെ തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒമാനിൽ വെച്ച് അമേരിക്ക ഇറാൻ ഉന്നത ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചർച്ചകൾ അത് പുരോഗമിക്കുന്നതിനിടയിലായിരുന്നു നിർണായക നീക്കം നടത്തി ട്രംപ് ഇത്തരമൊരു ആശയം അല്ലെങ്കിൽ ഇത്തരമൊരു പ്രസ്താവന നടത്തിയതെന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ട്രംപിന്റെ മരുമകൻ കൂടി അവിടെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും അദ്ദേഹവും അടങ്ങുന്ന ഒരു പ്രത്യേക സംഘമായിരുന്നു ഈ ഒരു ചർച്ചയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവിടെ രംഗത്ത് വന്നത്. അതേസമയം നിലവിൽ ഇറാന്റെ ആണവ പദ്ധതികൾ, മിസൈൽ വികസനം, ഭീകരവാദത്തിനുള്ള പിന്തുണ എന്നിവ തടയുക എന്നതാണ് ട്രംപിന്റെ പ്രധാന ലക്ഷ്യമെന്നതാണ് അദ്ദേഹം ഇവിടെ അടിവരയിട്ട് പറയുന്നത്. കഴിഞ്ഞ മാസം ഇറാനിൽ നടന്ന പ്രതിഷേധങ്ങൾ അടിച്ചമർത്തപ്പെട്ടതിനെ തുടർന്നുകൊണ്ട് അമേരിക്ക മേഖലയിൽ വൻ സൈനിക സന്നാഹം ഒരുക്കിയിരുന്നു. ഇറാൻ ഇതിനെയെല്ലാം സമാധാനപരമായ പദ്ധതികളെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടെങ്കിൽ പോലും ട്രംപ് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ല എന്നതും മറ്റൊരു എടുത്തു പറയേണ്ട കാര്യമാണ്. മാത്രമല്ല, ഇനി വരും ആഴ്ചകളിൽ നടക്കുന്ന ചർച്ചകൾ ലോകത്തിന് തന്നെ നിർണായകമാകുമെന്ന സൂചനകളാണ് പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, ഇറാൻ ആകട്ടെ വലിയ രീതിയിലുള്ള ഭയപ്പാട്, വലിയ രീതിയിലുള്ള ആശങ്ക പോലും ഇക്കാര്യത്തിൽ പ്രകടിപ്പിക്കുന്നതായും, എന്നാൽ ട്രംപിന്റെ വെല്ലുവിളിക്ക് തിരിച്ചടിയായി തന്നെ ഖൊമേനി അടക്കം വലിയ രീതിയിൽ മുന്നറിയിപ്പ് നൽകിയതായും ഇപ്പോൾ ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.